ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഒരു ഓട്ടം വന്നതാട്ടാ. ഈ ഓട്ടത്തിന് ഭയങ്കര രസമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലീവിന് പോകുന്നതിന് മുമ്പേ ഒരു ഗഫിലൊരു പെങ്ങളുണ്ട്. അപ്പോൾ ഓളറ്റ് ഇത് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയാണ് ജിദ്ദയിലുള്ള. അപ്പോൾ ഞാനിവിടേക്ക് ഓളിവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ ഓളറ്റ് ഇങ്ങനെ വരും. ഓളറ്റ് ഇങ്ങനെ വന്നിട്ട് ഓളിവിടെ എത്തിയിട്ട് എന്നോട് പറയാം, മുഹമ്മദ് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണോ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാനും ഓളും കൂടെ ചിലപ്പോൾ വർത്താനൊക്കെ ആവും. എനിക്കെന്താ നേരത്തെ പറഞ്ഞു തുടങ്ങിയില്ല, ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ 10 രൂപ എടുത്തിട്ടാ. എന്നിട്ട് അങ്ങനെ 1 മണിക്കൂർ പറഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂറും 4 മണിക്കൂർ വരെയൊക്കെ വെയിറ്റ് ചെയ്യും. ഇതിനുള്ളിൽ കിടന്നാലും ഒരു ലോകമാണ്. മെയിൻ ഗേറ്റ് കിടന്നാൽ പിന്നെ ആണ്ടും കൊണ്ടൊക്കെ പലപ്പോഴും ചോദിക്കാറ്. അപ്പോൾ എടുക്കും ഓൾക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഓൾ പറയില്ല. അപ്പോൾ ഓളെന്താ വിചാരിക്കണേ, എനിക്കറിയുന്നതാണ് ഓൾക്ക് പോകാനുള്ളത് എങ്ങനെ എനിക്കറിയാം. അങ്ങനെ ഞാൻ പിന്നെ ഓൾ ഇന്നലെ എടുക്കാൻ പോയത് വെച്ചാൽ അവിടേക്ക് ഞാൻ തിരിച്ചുമ്പോൾ അറിയാം ആണ്ടല്ല അങ്ങോട്ടാണ് അറിയാം. അപ്പോൾ ഞാൻ അവളോട് വെച്ചാൽ എനിക്ക് ആദ്യം പറഞ്ഞോടെ ചോദിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയതിൻ്റെ ആ സമയത്താണ് ഓളെ കല്യാണം ഉണ്ടായത്. അങ്ങനെ ഞാൻ റിട്ടേൺ വന്നപ്പോൾ ഇവിടെ മുതലാളി പറഞ്ഞ് ഓളെ ഓട്ടഞ്ഞി ഉണ്ടാവില്ല, ഇനി ഓളെ ജ്യേഷ്ഠത ഉണ്ട്, ഓളെ ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഉമ്മാൻ്റെ ഓട്ടമൊക്കെ ഉണ്ടാവുള്ളൂ, ഓട്ടം കുറവേ കാരണം. അപ്പോൾ ഇവളെ കെട്ടിച്ച് കുറച്ച് ദൂരത്തേക്ക്. അപ്പം ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവരൊക്കെ അവിടുത്തെ ഫ്ലാറ്റും ഇതൊക്കെ ഒഴിവാക്കിക്കാണ്ട് ഇവിടെ ഞാൻ പണിയെടുക്കുന്ന പേരൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് മേടിച്ചു. അന്നാണ്ട് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടക്കാലം. ഓളടക്ക് വിളിച്ചുകാണ്ട് ഒന്നും കണ്ട് വരുമോ, അത് കൊണ്ടു തരുമോ, അല്ലെങ്കിൽ ഇതൊന്നും അവിടെ കൊണ്ടുപോയി കൊടുക്കുമോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചേ എന്തപ്പോൾ കഥ ഉണ്ടായത്. ആ 1 മാസം ഞാൻ വിചാരിച്ചെന്നാലും ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓളെ ജ്യേഷ്ഠത്തിൻ്റെ ഓട്ടമുണ്ട്. ജ്യേഷ്ഠത്തിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഓൾക്ക് ജോലി കിട്ടിയിരിക്കണം. അപ്പോൾ ആ ജോലി കിട്ടിയത് ഞാൻ പോയി വന്ന ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ജ്യേഷ്ഠത്തിക്ക് രാത്രിയാണ് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഓളെ പകൽ വന്ന് കണ്ട് എടുക്കണം. അപ്പോൾ ആ ഒരു ഓട്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൾക്കും പിന്നെ ഇപ്പോൾ ഇവിടെ ജോലി കിട്ടിയിരിക്കണം. അപ്പം ഇനി ഇവളെ ഓട്ടം പിന്നെ ഞാൻ രാത്രി പിന്നെ ഇവളെ ജ്യേഷ്ഠത്തിനെ കൊടുന്ന് വിടണം. അങ്ങനെ ടോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ ഓട്ടം കൊണ്ട് ഓട്ടമാണ്. അത് ഞാൻ കഫീലിനെ കണ്ടിട്ട് ചോദിച്ചേ, അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഇപ്രാവശ്യം ഓട്ടം കുറവായിക്കാരം, ഇപ്പോൾ ഓട്ടം കൊണ്ട് ഓട്ടമാണ് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞത് സാറില്ല, ഞാനക്ക് എന്തെങ്കിലും സാലറി എന്തെങ്കിലും കൂട്ടിത്തരാന്നൊക്കെ പറഞ്ഞോട്. അപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിസരം ഒന്ന് കാണിച്ചു തരാം. ഈ പരിസരം ഭയങ്കര രസമാണ്. ഞാൻ നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓളെ കൊടുന്ന് വിട്ടുകാണ്ട് അപ്പോൾ ഓളിനോട് പറഞ്ഞു മുഹമ്മദ് ഒരു 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യും, 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അപ്പോൾ ഇതിൻ്റെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ 1/2 മണിക്കൂറായി ഇവിടെ നിൽക്കണേ. അപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കാണ്. ഇവിടെ പൊയിഞ്ഞ് കിടക്കണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ വന്ന സമയത്തൊക്കെ, അതായത് ലീവിന് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം ഒക്കെ ഇവിടെ ഒന്നും ഒരു വണ്ടി ഇടാനുള്ളൊരു ക്യാപ്പ് കിട്ടൂല. എന്നിട്ട് ഒരു ക്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് പോയാൽ അവിടെ കൊണ്ടുപോയിടാന്നുള്ളൊരു തീര്. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ചിലയിടത്തൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല, ചിലയിടത്ത് പറ്റും. ഇവിടെയൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ആദ്യം ഈ പാർക്കിംഗ് ഏരിയക്ക് പോവാം. വിശാലമായ പാർക്കിംഗ് ആണ്, ഒരുപാട് കണ്ടമാന സ്ഥലമുണ്ട്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ ഇവിടെ നിന്ന് വണ്ടി ഇടാനുള്ളൊരിത് കിട്ടൂല. അത് എന്താണ് ഇപ്പോൾ ഇവിടെ വണ്ടിയൊന്നും ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. അതേപോലെ ആ കാണുന്നത് മരത്തിൻ്റെ ഒരു കൂട്ടം, അത് ബംഗാളികളും പാകിസ്ഥാനികളും ഓസ്ട്രേലിയന്മാരും അവിടെ അതിൻ്റെ അടിയിലോട്ട് വന്നിരിക്കും വട്ടം കൂടി കണ്ടിട്ട് തള്ളിക്കാരം. ഇമ്മാതിരി തള്ളു അറിയോ. മലയാളികൾ അധികം കാണില്ല, മലയാളികൾ അപൂർവമൊക്കെ ഉണ്ടാവില്ലല്ലോ. വെറുതെ അല്ല, സോറി, ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ടാണ്. എന്നാൽ ശനിയാഴ്ച ആയിട്ട് നിന്നെ ഓള് ഇവിടെ വന്നിരിക്കണ്. ഓൾക്കിപ്പോൾ ഇവിടെ ജോലി കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാനാ പറഞ്ഞ ആ മരക്കൂട്ടം. എല്ലാം കാണാൻ നല്ല രസമില്ല. ഒന്ന് സൂം ചെയ്ത് വെച്ചാൽ ഇതിപ്പോൾ നല്ല പച്ച പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആകെ ചില സമയത്ത് ഇതൊക്കെ ഉണങ്ങി കടിച്ചു കണ്ടോ. എങ്ങനെ ഉണങ്ങി കടിച്ചായിരിക്കും, അമ്മാതിരി തള്ളാണ് അതിൻ്റെ അടിയിലിരുന്ന് കണ്ട് തള്ളണത്.
വേറെ മരങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ല രസത്തിൽ വെട്ടിക്കാണ്ട് ഒരു ഉണ്ടായിക്കാണ്ട് വെട്ടിക്കാണ്ട് ഇതാണ് കണ്ടാ. നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ നല്ല രസമായിക്കാരം. അത് നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ചെറിയൊരു കൊമ്പുണ്ട്. ഇതൊക്കെ വെട്ടാനായിട്ട് ഇവിടെ പണിക്കാരുണ്ട്. പക്ഷെ ഓരൊക്കെ ഒന്ന് ലീവാണ് തോന്നുന്നു. ഇന്ന് ശനിയാഴ്ച ഓർക്ക് ലീവാണോ എന്നൊരു സംശയമുണ്ട്. നല്ല പച്ചപ്പ് ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പച്ചപ്പണ്ട് പൊടിപ്പിച്ചതാണ്. നമ്മുടെ നാട്ടിലുള്ള പച്ചപ്പൊക്കെ വെട്ടി മൊബൈൽ ഇവിടെ പച്ചപ്പ് പൊടിപ്പിച്ചാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു 10% പോലും ഇല്ല കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ഇതൊരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ഹോസ്പിറ്റല്, യൂണിവേഴ്സിറ്റി, കോളേജ്, അതേപോലെ ഇവർക്ക് പണിക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇത് മിലിറ്ററിൻ്റെ കീഴിലാണ്. മിലിറ്ററി ഹോസ്പിറ്റലൊന്നും ഇതിനും അറിയപ്പെടും. അപ്പോൾ പട്ടാളക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തുകാണ്ടിട്ടെന്ന് വെച്ചാലേ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വരയിലൊക്കെ ഇങ്ങനെ ഇരിക്കൂലേ, ഒക്കെ ഓരോ ഓർമ്മകൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ രസമല്ലേ. പിന്നെ നിങ്ങൾക്കൊക്കെ കാണല്ലോ ഹൗസ് ഡ്രൈവറെ ജോലി, കാര്യങ്ങൾ, ഇവിടുത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ശനിയാഴ്ച ആയിട്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരും കാണില്ല. ഈ റൗണ്ട് അബൌട്ടിലൊരു ഇത് കണ്ടങ്ങൾ ഗാർഡന് രസല്ലേ. അപ്പോൾ ഇപ്പോൾ ഓൾ ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഓളിനോട് പറഞ്ഞത് 1 മണിക്കൂർ കൊണ്ട് കഴിയുന്ന. അപ്പോൾ ഓൾ പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേ എനിക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ തന്നേക്കാണ്ട് തണുത്ത വെള്ളമാണ് ഇത് കുടിച്ചോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കൊരു പന്തികേട് തോന്നിയിരിക്കണം. ഇവിടെ ഇപ്പോൾ അടുത്തൊന്നും ഇറങ്ങൂലെന്ന്. ഒരു വെള്ളം കൂടെ തരാതെ ഇറങ്ങിപ്പോണ ഒരുപാട് ടീമുണ്ടായി. അപ്പോൾ അതാലോചിച്ചാൽ നമുക്ക് സുഖമല്ലേ. എന്ത് നമ്മളെപ്പോഴും നമ്മൾ താഴേക്ക് ചിന്തിച്ചാൽ നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളവിടെയൊക്കെ കാണിച്ചു വന്നുകാണ്ട് ആ പഴയ സ്ഥലത്തിന് വന്ന് പാർക്ക് ചെയ്ത് ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഡ്രൈവർമാർ ഓരോ ലൈഫ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞിട്ട കേസ് 11:15, 2 മണിക്കൂറോ. അപ്പോൾ വിടുകയാണ്. ബൈ, താങ്ക് യു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേട്ടോ. ഓക്കെ, താങ്ക് യു.